ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ട് ഒരു വ്ളോഗ് അങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്നോ ബർത്ത്ഡേ വ്ളോഗെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പോന്നു. ആലമ്പാറ ദേവി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ തൊഴാനായിട്ട് വന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു അമ്പലം എന്തായാലും സുപരിചിതമായിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമ്പോഴെല്ലാം മിക്കവാറും വീഡിയോ ഒക്കെ എടുത്തിടാറുണ്ട്. ദേവി ക്ഷേത്രമാണ്. അപ്പോൾ ദേവിയെ അമ്മയായിട്ടങ്ങ് കണ്ട് ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് വരാറാണ് മിക്കവാറും പതിവ്. ബർത്ത്ഡേ ആയതുകൊണ്ട് അർച്ചനയൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ച ശേഷം ഇൻ്റർലോക്ക് ഷോപ്പിലേക്കാണ് പോയത്. നമ്മുടെ തന്നെ ഇൻ്റർലോക്ക് ഷോപ്പാണ് കേട്ടോ. ഇൻ്റർലോക്കിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഓച്ചിറ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിന് തൊട്ടടുത്ത് തന്നെയാണ്. മിക്കവാറും സാധനങ്ങൾ വാങ്ങിക്കാൻ ഇവിടെയാണ് വരാറ് ഞാൻ. കുറച്ചൊരു മലക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കണമായിരുന്നു. മാത്രമല്ല ബർത്ത്ഡേ അല്ലേ, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് കുറച്ച് ലഡുവും വാങ്ങിക്കണമായിരുന്നു. ലഡു മാത്രമല്ല, പലതരത്തിലുള്ള കേക്കുകളും ജിലേബി, പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസും ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലും ചെയ്ത് ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നു. നല്ല മഴയായിരുന്നു. കാര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഓഫീസാണ് കേട്ടോ. ഇത് അവിടെ ജോലി ചെയ്യുന്ന രജനി. ഉച്ചവരെ ഷോപ്പിലിരുന്നിട്ട് അടുത്ത് നേരെ പോയത് ഫുഡ് വാങ്ങിക്കാനാണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ഫുഡ് പുറത്തു നിന്നാണ് കേട്ടോ. ഇത് ഷോപ്പിൻ്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ കുഴിമന്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാഴ്സലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെന്നപ്പോഴേക്കും. ഞാൻ ജസ്റ്റ് ഷോപ്പിനകത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അവിടെ എല്ലാവർക്കും പാഴ്സൽ പാക്കിങ് നടക്കുകയായിരുന്നു. സമയം ഇപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാലോടുന്ന് ജസ്റ്റ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ന്യൂ മഹാറാണി, അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് വാങ്ങുന്നത്. പാലോട് നിന്ന് മടത്തിലോട്ട് പോകുമ്പോൾ ഇടതുവശത്താണ് ഷോപ്പ്. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ വാങ്ങുമ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് വാങ്ങാറ്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. മഴയൊന്ന് തോന്നപ്പോഴേക്കും ഞാൻ ജസ്റ്റ് അടുത്ത് പാലോടേക്ക് തിരിച്ചെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് കേക്ക് കൂടി വാങ്ങിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. പാലോടിൽ നിന്നുള്ള കേക്ക് വേൾഡിൽ നിന്നാണ് കേട്ടോ കേക്ക് വാങ്ങിക്കുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ടും എല്ലാവരുടെയും ബർത്ത്ഡേക്ക്, വെഡ്ഡിങ് ആനിവേഴ്സറി തുടങ്ങിയ വിശേഷങ്ങൾക്കെല്ലാം ഇവിടെ നിന്നാണ് കേക്ക് വാങ്ങിക്കാറ്. രാവിലെ തന്നെ കേക്ക് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നതിൽ എഴുതിയും കൂടി വാങ്ങിച്ചാൽ നമുക്ക് കേക്ക് കൂടി വാങ്ങിക്കൊണ്ടങ്ങ് പോകാം. ഇന്ന് കാര്യമായിട്ട് നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ കൂട്ടുകാരെ. കേക്ക് കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി നേരെ വീട്ടിലേക്ക്. ഫുഡ് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ടൈം ഉച്ചയാവാറായല്ലോ. ഇന്നപ്പോൾ ഫുഡ് പുറത്തുനിന്നാണ്. സാധാരണ എല്ലാ പ്രാവശ്യവും വീട്ടിൽ കുക്ക് ചെയ്യാറാണ് പതിവ്. എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഞാനല്ലേ കുക്ക് ചെയ്യുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കുക്ക് ചെയ്യാൻ മടി തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടനാണ് പറഞ്ഞത്, എങ്കിൽ പിന്നെ ഫുഡ് പുറത്തു നിന്നാക്കി കളയാം. അങ്ങനെയാണ് നമ്മൾ കുഴിമന്തിയിലേക്ക് എത്തിയത് കേട്ടോ. ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് ഒരു ദിവസം അടുക്കളയിൽ നിന്നൊരു മോചനവും കിട്ടി. ബ്ലൂബെറി ഫ്ലേവറുള്ളൊരു കേക്കാണ് ഞാൻ വാങ്ങിയത്. മാത്രമല്ല കുറച്ച് ലഡുവും ബാക്കിയുണ്ടായിരുന്നു. ഇൻ്റർലോക്ക് ഷോപ്പിലും ടൂറിസ്റ്റ് ഹോമിലും ഒക്കെ ലഡു കൊടുത്തിട്ട് വീട്ടിലെത്തേക്കും കുറച്ച് ലഡു വാങ്ങിയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിനി മക്കൾ വരുന്നതും വെയിറ്റ് ചെയ്യുകയാണ്. അവർ കൂടി എത്തിയിട്ട് വേണം കേക്ക് മുറിക്കാനായിട്ട്. അപ്പോൾ മക്കൾ വന്നതാ നോക്കുന്നുണ്ട് കേക്കൊക്കെ. ഇപ്പോഴത്തെ വീഡിയോഗ്രാഫർ മോളാണ് കേട്ടോ. അതാണ് മോളെ സ്ക്രീനിൽ കാണാത്തത്. അങ്ങനെ 31 വയസ്സിൻ്റെ കേക്കൊക്കെ മുറിച്ച് വീഡിയോ ഒക്കെ എടുക്കുകയും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്തു. മക്കൾ രണ്ടുപേരും ചേർന്നായിരുന്നു വീഡിയോ ഒക്കെ എടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗമൊന്നും ഏകദേശം കിട്ടിയിട്ടില്ല. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോൻ ഒരു ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു നോക്കി. എല്ലാ പ്രാവശ്യവും അവൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. എല്ലാ പ്രാവശ്യവും ഓരോ ആശംസാ കാർഡുകൾ മോൻ കൊണ്ടുവരാറുണ്ട് ഗിഫ്റ്റായിട്ട്. ഇപ്രാവശ്യം പക്ഷേ അത് മാത്രമായിരുന്നില്ല ഗിഫ്റ്റ്.
ഒരു പാക്കറ്റ് മിഠായി കൂടി ഉണ്ടായിരുന്നു. മെലഡി എനിക്ക് ഇഷ്ടമുള്ളൊരു മിഠായിയാണ്. അപ്പോൾ അവൻ പോകുന്ന കടയിൽ നിന്നും ആ ഒരു മിഠായി കണ്ടപ്പോൾ ഒരു പാക്കറ്റ് അവൻ വാങ്ങി സൂക്ഷിച്ച് വെച്ചിരുന്നു. വാങ്ങി സൂക്ഷിച്ചിട്ട് കുറേ നാളായെന്ന ആൾ പറയുന്നേ കേട്ടോ. ഞാൻ ഇതുവരെ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കരുതി വെച്ചിരിക്കുന്നത്. അപ്പൂപ്പന് പെൻഷൻ കിട്ടിയപ്പോൾ ഒരു 50 രൂപ അവന് കൊടുത്തിരുന്നു. ആ ഒരു പണം ഞാൻ കൊണ്ട് കുടുക്കയിലിടാൻ പറഞ്ഞിരുന്നു. അവൻ കുടുക്കയിലിടാതെ എനിക്കായിട്ട് ഗിഫ്റ്റ് വാങ്ങി കരുതി വെച്ചിരിക്കുകയായിരുന്നു. മോൻ്റെ ഗിഫ്റ്റും അങ്ങനെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മക്കൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തിരുന്നു. എല്ലാ പ്രാവശ്യവും സ്കൂളിൽ പോയിട്ടാണ് ഇവർ ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാറ്. അപ്പോൾ മോൾക്ക് ഇന്ന് ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാനായിട്ട് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ബർത്ത്ഡേ കാർഡ് ഇല്ലാത്തതെന്ന് മോള് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.